എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് ഞങ്ങൾ സുഹൃതം ഭാഗവതയജ്ഞ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നാലമ്പല ദർശനത്തിന് പോയതാണ്. ഇത് പിറവം ഭാഗത്തുള്ള എറണാകുളം ഡിസ്ട്രിക്റ്റിലെ നാലമ്പല ദർശനമാണ്. മാമലശ്ശേരി ശ്രീരാമ ടെമ്പിളിലാണ് ആദ്യം ഞങ്ങൾ എത്തിയത്. കണ്ടപ്പം മനസ്സിലായി കാണുമല്ലോ, ഒരു ട്രാവലറിൽ ഉള്ള ആൾക്കാരാണ് ഞങ്ങൾ പോയത്. വലിയ മഴയൊന്നും ഇല്ലായിരുന്നു. എല്ലാവർക്കും ഭംഗിയായിട്ട് ദർശനം കിട്ടി. പിന്നെ എല്ലാ നാലമ്പലത്തിലും അന്നദാനം, കഞ്ഞിയും പുരുക്കും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ശ്രീരാമ ടെമ്പിളിൽ നിന്നാണല്ലോ. അപ്പം ഞങ്ങൾ അവിടെ തൊഴുത്, അവിടെ വഴിപാടുകളൊക്കെ നമ്മൾക്ക് ഒരുപാട് ചെയ്യാൻ സമർപ്പണമുണ്ട്. പിന്നെ ഉണ്ണിയപ്പം അന്നേരം റെഡി അല്ലായിരുന്നു. ഞങ്ങൾ തിരിച്ചു വരുമ്പോഴത്തെ റെഡിയാക്കാമെന്ന് പറഞ്ഞു. തൊഴുത ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. അതിനുശേഷം ഞങ്ങൾ മറ്റേ അമ്പലങ്ങളിലെ എല്ലാ ദർശനം കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെ തന്നെ വന്ന് അന്നദാനം കഴിക്കാമെന്നുള്ള ഒരു ഇതിൽ അവിടെ നിന്ന് ഇറങ്ങി. പക്ഷെ ഞങ്ങൾ രാവിലെ പോയത് കാരണം നമ്മുടെ ട്രാവലർ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോയിരുന്നു. അപ്പം ഞങ്ങൾ ഈ രാമൻ അമ്പലത്തിൻ്റെ അടുത്തുള്ള ഒരു വീട്ടിൽ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച ശേഷം വീണ്ടും ഞങ്ങൾ വന്ന് ഞങ്ങളുടെ ട്രാവലറിൽ അടുത്ത ക്ഷേത്രത്തിലേക്കുള്ള യാത്രയ്ക്ക് പോയി. അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിടത്തെ കുറച്ച് വീഡിയോസും സ്നാപ്സും ഒക്കെയാണിത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭരതൻ്റെ ക്ഷേത്രത്തിലാണ് പോയത്. പിന്നെ മഴ സീസൺ ആയത് കാരണം റോഡിലൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ യാത്രയ്ക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടും അല്ല. അപ്പം ഞങ്ങൾ അടുത്തതായിട്ട് പോകുന്നത് ഭരതൻ്റെ ക്ഷേത്രത്തിലാണ്. എല്ലാ അമ്പലങ്ങളും തമ്മിൽ വളരെ ഡിസ്റ്റൻസ് ഒന്നുമില്ല. ഇത് അവിടെ വെച്ചെടുത്തിയ ഒരു ഫോട്ടോ ആണിത്. ഭരതൻ്റെ ക്ഷേത്രത്തിൽ വെച്ചെടുത്ത ഫോട്ടോ ആണ്. അവിടെ ഞങ്ങൾ വലിയ തെള്ളൊന്നും കൂടാതെ തന്നെ ദർശനം നടത്തി. ഞങ്ങൾ പല ഭാഗത്തുള്ളവരാണ് ഒരുമിച്ച് ഈ വണ്ടിയിൽ പോയത്. ഇപ്പോൾ സുഹൃത ഭാഗവതയജ്ഞ സമിതി മാത്രമല്ല, നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ നമ്മൾ ആ കൂട്ടത്തിൽ കൊണ്ടുപോയിരുന്നു. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഭരത ക്ഷേത്രത്തിലെ ദർശനം കഴിഞ്ഞ ശേഷം വീണ്ടും നമ്മൾ എല്ലായിടത്തും നമുക്ക് ട്രാവലറിൽ തന്നെ പോകണം. അടുത്ത ക്ഷേത്രം ഏതാണ്? ലക്ഷ്മണ ക്ഷേത്രം. അപ്പം നമ്മൾ പോകുന്നിടത്തൊക്കെ ഇപ്പം ഉണ്ടല്ലോ ട്രാൻസ്പോർട്ടിൽ അമ്പല ദർശനത്തിന് പോകുന്നത്. അപ്പോൾ എല്ലാ സ്ഥലത്തും ട്രാൻസ്പോർട്ട് വണ്ടി കിടക്കുന്നത് കാണാം. ഇത് ഞങ്ങൾ ലക്ഷ്മണ ക്ഷേത്രത്തിലേക്ക് പോവാണ് ദർശനത്തിന് വേണ്ടി. അപ്പം ഇടയ്ക്ക് ഇവിടെങ്ങും വെച്ച് മഴ വന്നില്ല. കുറച്ച് കഴിഞ്ഞൊരു സ്വല്പം മഴ ഉണ്ടായിരുന്നെങ്കിലും അത് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയില്ല. അങ്ങനെ നമ്മൾ ലക്ഷ്മണ ക്ഷേത്രത്തിൽ അത് ഉള്ള സ്ഥലമാണ് മുളക്കുളം ലക്ഷ്മണ ക്ഷേത്രമാണ്. അവിടെ വെച്ചെടുത്തിയ ഒരു ഫോട്ടോ ആണ് നമ്മളീ കാണുന്നത്. അവിടെയും നമ്മൾ ദർശനമൊക്കെ കഴിച്ചു. ഇനി അടുത്ത ക്ഷേത്രം ഏതാണ്? മുളക്കുളം ക്ഷേത്രത്തിലെ ദർശനം കഴിഞ്ഞ് വീണ്ടും നമ്മൾ ട്രാവലറിൽ കയറി അടുത്ത ക്ഷേത്രമാണ് ശത്രുഘ്ന ക്ഷേത്രം. ശത്രുഘ്നൻ്റെ ക്ഷേത്രത്തിലോട്ടുള്ള അവിടെ പോകാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടെ എല്ലാവരും ക്യൂവിൽ നിന്നാണ്, കുറച്ച് പേരൊക്കെ ക്യൂവിൽ നിന്നൊക്കെയാണ് ദർശനം കിട്ടിയത്. അതിനുശേഷം ഞങ്ങൾ ശത്രുഘ്നൻ്റെ ക്ഷേത്രത്തിലോട്ട് പോവാണ്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നടന്നു പോകാവുന്ന ദൂരമല്ല. ഓരോ ക്ഷേത്രത്തിലും ദർശനം കഴിഞ്ഞ് നമ്മൾ വണ്ടിയിൽ തന്നെ ഇരിക്കണം. പിന്നെ എല്ലായിടത്തും അത്യാവശ്യം ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം റോഡിലും ചെറിയ ഇവിടുത്തെ പ്രധാന വഴിപാട് എന്താണ്? ചക്രമാണ്. ശത്രുഘ്നന്റെ അവിടുത്തെ പ്രധാന വഴിപാടാണ് ചക്ര വഴിപാട്. അവിടെ ഓലയും കൊണ്ട് ഇങ്ങനെ ചക്രം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ അവിടെ സമർപ്പിച്ച ശേഷം നമ്മളത് വീട്ടിൽ കൊണ്ടുവെക്കുന്നത് നല്ലതാണെന്ന് പറയും. അങ്ങനെ ഞങ്ങൾ ശത്രുഘ്ന ക്ഷേത്രത്തിൽ വന്നു. ചെരുപ്പൊക്കെ ഊരിയിട്ട് അകത്ത് കയറിയ ശേഷം ഇവിടെ ചെറുതായിട്ട് ഞങ്ങൾക്കൊരു നല്ല മഴ കിട്ടി. പക്ഷെ അമ്പലത്തിൽ കുറേ സാമഗ്രികളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മഴ വന്നാൽ. എന്നാലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴുള്ള ആ ചെറിയ മഴ, ഒരു നല്ല മഴ തന്നെ പെയ്തു ഈ ഭാഗത്ത് വന്നപ്പം. ഞങ്ങൾ എന്നിട്ട് ഇവിടുത്തെ ദർശനം നടത്തിയ ശേഷം ഞങ്ങൾ ഇവിടുന്ന് നമുക്ക് പായസം കിട്ടും. ദർശനം നടത്തിയ ശേഷം നമുക്ക് എല്ലാവർക്കും ഒരു ചെറിയ പാളയുടെ ഒരു കട്ടോരയുണ്ട്. അതിനകത്ത് നമ്മൾക്ക് പൈസയൊന്നും കൊടുക്കണ്ട, ഫ്രീ ആയിട്ടാണ് പായസം. പിന്നെ വീട്ടിലൊക്കെ കൊണ്ടുപോയി എല്ലാവർക്കും കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഡബ്ബയിലും അവിടെ പായസം കൊടുക്കുന്നുണ്ട്. ഈ സ്ഥലമാണ് നെടുങ്ങാട്. അങ്ങനെ ഞങ്ങൾ നെടുങ്ങാട് ശത്രുഘ്ന ക്ഷേത്രത്തിലും
പായസമൊക്കെ കഴിച്ചു. മഴ തോരാൻ വേണ്ടി, മഴ ജസ്റ്റ് ഒന്ന് ശമിക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു. അതിനുശേഷം വീണ്ടും ഞങ്ങൾ തിരികെ ശ്രീരാമക്ഷേത്രത്തിൽ വന്നിരിക്കും. ഏതായാലും ഞങ്ങൾ വന്ന സമയം മാമലശ്ശേരി ശ്രീരാമക്ഷേത്രത്തിൽ വന്ന സമയം അമ്പലമൊന്നും അടച്ചിട്ടില്ലായിരുന്നു. അത് കാരണം ഞങ്ങൾ വീണ്ടും ഒന്ന് തൊഴുതു. അതിനുശേഷം ഇവിടെ നിന്നാണ് ഞങ്ങൾ അന്നദാനം കഴിക്കാമെന്ന് പോയപ്പോഴേ പറഞ്ഞിട്ട് പോയി. ഞങ്ങൾ കഞ്ഞിയും പുഴുക്കും ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് അപ്പം നല്ല അപ്പമായിരുന്നു. ഞങ്ങൾ അപ്പം വഴിപാട് ഞങ്ങൾക്ക് രാവിലെ കിട്ടിയില്ല, അത് ഞങ്ങൾ വാങ്ങി. അതെല്ലാം വാങ്ങിയ ശേഷം ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ യാത്ര തുടങ്ങിയത് എറണാകുളം DDM ഹാളിൻ്റെ അടുത്തുള്ള ദർബാർ ഹാളിൽ നിന്നാണ്. അവിടെയാണല്ലോ സുഹൃതം ഭാഗവതയജ്ഞത്തിൻ്റെ സ്വാമി ഉദിചൈതന്യയുടെ പ്രഭാഷണം ഉള്ളത് ഡിസംബറിലൊക്കെ. അപ്പോൾ ആ ഗ്രൗണ്ടിൽ നിന്നാണ് ഞങ്ങൾ യാത്ര തിരിച്ചത്.